ROS എന്ന് പറയും, റിപ്പീറ്റേഷൻ ഓഫ് സ്ട്രക്ചർ. സജാദ്, താങ്ക്സ് ഫോർ $2 സൂപ്പർ ചാറ്റ് ബ്രോ. എൻ്റെ ഡോളറാണല്ലേ സൂപ്പർ ചാറ്റിൻ്റെ. ROS എന്ന് വെച്ചാൽ റിപ്പീറ്റേഷൻ ഓഫ് സ്ട്രക്ചറാണ്. പക്ഷേ റിപ്പീറ്റേഷൻ ഓഫ് സ്ട്രക്ചർ എന്ന കാര്യം മാർക്കറ്റിലുണ്ടോ, ആ ഒരു ചോദ്യമുണ്ട്. അല്ലെങ്കിൽ എന്തുകൊണ്ട് റിപ്പീറ്റേഷൻ ഓഫ് സ്ട്രക്ചർ, പല ആൾക്കാർക്കുള്ള ഡൗട്ട്സാണ്, അല്ലെങ്കിൽ പല ആൾക്കാർക്ക് വരുന്ന ഡൗട്ടാണ് എന്തുകൊണ്ട് സ്ട്രക്ചർ റിപ്പീറ്റ് ആവുന്നത്. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഫോൾ ഇതിനു മുമ്പ് നിങ്ങൾ എവിടെയോ കണ്ടിട്ടുണ്ടാവും, ഇങ്ങനത്തെ ഒരു ഫോൾ ഇതിനു മുമ്പ് എവിടെയോ കണ്ടിട്ടുണ്ടാവും, ഇങ്ങനത്തെ ഒരു കൺസോൾട്ടേഷൻ ഇതിനു മുമ്പ് എവിടെയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതിനാ സ്ട്രക്ചർ റിപ്പീറ്റ് ആവുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ട് സിമിലർ ആയിട്ടുള്ള മൂവ്സ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും, പല സ്ഥലങ്ങളും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിലുള്ള റീസൺ എന്നാ, റിപ്പീറ്റേഷൻ ഓഫ് സ്ട്രക്ചർ എന്ന സംഭവം ഉണ്ട്, സ്ട്രക്ചർ റിപ്പീറ്റ് ആവുന്നുണ്ടോ, അതൊരു ചോദ്യമല്ലേ. അപ്പോൾ അതിനുള്ള എക്സാക്ട് റീസൺ ഞാൻ തരാൻ പോകുന്നത് സ്ട്രക്ചർ റിപ്പീറ്റ് ആവുന്നില്ല. ഓക്കെ, അത് ഇന്നത്തെ ടോപ്പിക്കും അതാണ്. ഇന്നത്തെ നമ്മൾ ലൈവ് ഇനി 1.5 കൊല്ലം കഴിഞ്ഞാലും അതിലേറ്റവും വാല്യുബിൾ ആയിട്ടുള്ള കണ്ടൻറ്റ് ഇതായിരിക്കും. അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ആൾക്കാരെ കോൺസെപ്റ്റ് ചേഞ്ച് ആക്കുന്ന ട്രേഡിംഗ് ഇത്രയേ ഉള്ളൂ എന്നുള്ള കാര്യത്തിലേക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന കാര്യം ഇതായിരിക്കും. ഇതിൻ്റെ അപ്പുറം കുറേ കാര്യം കമ്പൈൻഡ് ആവാറുണ്ട്, ഓക്കെ, അത് വേറെ കാര്യം. പക്ഷേ ഞാൻ പറഞ്ഞത് ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ മാർക്കറ്റിൻ്റെ വ്യൂ പോയിൻ്റ് കംപ്ലീറ്റ്ലി ചേഞ്ച് ആവും. ബ്രോയുടെ മോട്ടിവേഷൻ എന്നാ? എനിക്ക് ഒരു മോട്ടിവേഷൻ ഇല്ല, അതന്നെയാണ് എൻ്റെ മോട്ടിവേഷൻ. ഓക്കെ, അമീൻ നിങ്ങൾക്ക് കോഴ്സ് എടുത്ത പേടിയാണ് എല്ലാവരും എവിടെ പറയുമെന്ന്. അതെ, അമീൻ എന്താ പറഞ്ഞിട്ടുള്ളത്? ROS വേണ്ട. ROS ശരിക്കും പറഞ്ഞ ഒരു റെവല്യൂഷനാണ് അല്ലേ അമീൻ ബ്രോ? ഇന്നത്തെ അത്രക്കും അതായത് എന്താ പറയേണ്ടത്, ഇന്നത്തെ ടോപ്പിക്ക് നിങ്ങൾക്ക് എത്രത്തോളം പ്രയോറിറ്റൈസ്ഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് അറിയില്ല. പക്ഷേ മാർക്കറ്റ് ഒരു 7 കൊല്ലത്തിൽ മാർക്കറ്റിലൊരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയാം. എൻ്റെ ലൈഫിൽ ഞാൻ കൊടുക്കാൻ പോകുന്ന ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കണ്ടൻറ്റ് ഇന്നത്തെ കണ്ടൻറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസമായിരിക്കും. അത് ഞാൻ പറയാം നിങ്ങളോട്. അല്ലെങ്കിൽ ROS റിപ്പീറ്റേഷൻ ഓഫ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, കുറേ ആൾക്കാർ സ്ട്രക്ചർ റിപ്പീറ്റേഷനെ പറ്റി പറയുന്നത്, സ്ട്രക്ചർ റിപ്പീറ്റ് ആവുന്നുണ്ടോ, അങ്ങനത്തെ ഒരു ചോദ്യങ്ങളുണ്ട്. അല്ലെങ്കിൽ സ്ട്രക്ചറാണോ റിപ്പീറ്റ് ആവുന്നത്? അപ്പോൾ നമ്മൾ സ്ട്രക്ചർ എല്ലാം റിപ്പീറ്റ് ആവുന്നത് നമ്മൾ കാണിച്ചു കൊടുക്കും. അപ്പം അത് എന്തുകൊണ്ട് അല്ലെങ്കിൽ എന്തുകൊണ്ട് സ്ട്രക്ചർ റിപ്പീറ്റ് ആവുന്നുള്ള കാര്യങ്ങൾ കാണിച്ചു കൊടുക്കും. അപ്പം നമ്മൾ ടോപ്പിക്കിലേക്ക് ഉണ്ടാവാം. ട്രേഡ് ഒന്നും വേണ്ട, ടോപ്പിക്ക് മാത്രം മതി. കുറേ ആൾക്കാർ ടോപ്പിക്, കാരണം പഠിക്കാനുള്ള ആൾക്കാരെ കൂടുതലുള്ളത്. ട്രേഡിങ്ങിൻ്റെ എവിടുന്നും നോളജ് ഞങ്ങൾക്ക് എവിടുന്നും കിട്ടുന്നില്ല, എനിക്കറിയാം, നല്ലോണം അറിയാം. കാരണം എല്ലാവരും പൈസയ്ക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും ചീപ്പായിട്ട് കോഴ്സും ഫ്രീ ആയിട്ട് കോഴ്സ് ഇതിലും ലോഞ്ച് ചെയ്യുന്നു. അപ്പോൾ ഞാൻ ടോപ്പിക്കിലേക്ക് നമുക്ക് ഉണ്ടാവാം, അല്ലെങ്കിൽ ടോപ്പിക്കിലേക്ക് അടക്കാം. അപ്പോൾ നിങ്ങൾ മാർക്കറ്റിൽ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഞാൻ പല സ്ഥലത്തും നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ ഈ ഒരു സ്ട്രക്ചർ നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ, ഓക്കെ, ഇത് സെയിം അല്ല, എക്സാക്റ്റ് സെയിം അല്ല. നിങ്ങൾ നോക്കിയാൽ സ്ട്രക്ചറിൻ്റെ ഫോർമാറ്റിൽ നിങ്ങൾ ഇത് നോക്കിയാൽ റിപ്പീറ്റേഷൻ ഓഫ് സ്ട്രക്ചർ, അല്ലെങ്കിൽ സ്ട്രക്ചർ എന്താണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് സ്ട്രക്ചർ റിപ്പീറ്റ് ആകുന്നത്, അല്ലെങ്കിൽ എവിടെയുള്ള സ്ട്രക്ചർ സെയിം ആണ്. അതേപോലെ തന്നെ അത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, എല്ലാവരും ലൈക്ക് അടിക്കുക. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു സ്ട്രക്ചർ നിങ്ങൾ സ്ട്രക്ചേഴ്സ് മാത്രം നോക്ക്. ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചെടുത്താണ് റിപ്പീറ്റേഷൻ ഓഫ് സ്ട്രക്ചർ, അല്ലെങ്കിൽ സ്ട്രക്ചർ റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ കാണിച്ചെടുത്താണ്. എന്താണ് സ്ട്രക്ചർ റിപ്പീറ്റേഷൻ, ഇതൊന്നും ആർക്കും അറിയില്ല. അല്ലെങ്കിൽ ആൾക്കാർ പറയുന്നത് സ്ട്രക്ചർ റിപ്പീറ്റ് ആകുന്നുണ്ട്, അത് എങ്ങനെ റിപ്പീറ്റ് ആകുന്നത്, എവിടുന്ന് റിപ്പീറ്റ് ആകുന്നത്, എന്തുകൊണ്ട് റിപ്പീറ്റ് ആകുന്ന ആൾക്കാർക്ക് അറിയില്ല. ലോകത്തുള്ള ആൾക്കാർക്ക് ആർക്കും അറിയില്ല. നിങ്ങൾ തപ്പിക്കോ, ലോകം മൊത്തം നോക്കിക്കോ, എവിടെയും കാണില്ല. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം അതിനുള്ള സ്ട്രക്ചേഴ്സ് കണ്ടുപിടിക്കണം. എല്ലാം സിമിലർ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് മാർക്കറ്റിൽ നിന്ന് എടുക്കുക, പുറത്തേക്ക് എടുക്കുക, ഔട്ട് എടുക്കുക. ഓക്കെ, എന്നിട്ട് ഇവിടത്തേക്ക് കൊണ്ടുവരാം. നമുക്ക് എല്ലാവരും കൊണ്ടുവരാം. കാരണം അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത് എന്താണ്, അല്ലെങ്കിൽ സ്ട്രക്ചർ എങ്ങനെ റിപ്പീറ്റേഷൻ വരുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് സ്ട്രക്ചർ റിപ്പീറ്റ് ആവുന്നത്. ഓക്കെ, അപ്പോൾ അതിന് കുറച്ചും കൂടി സിംപ്ലസ്റ്റ് ആയിട്ടുള്ള വേ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊരു സ്ട്രക്ചറാണ്. ഇത് നമ്മൾ ഈ സ്ട്രക്ചർ ഓൾറെഡി കോപ്പി ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾ ഇതൊക്കെ സെയിം സ്ട്രക്ചേഴ്സാണ്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം.
ഇതും സെയിം സ്ട്രക്ചറാണ്. ഇതിൻ്റെ ഒരു വലിയ സ്ട്രക്ചറാണിത്. ഓക്കെ, കാരണം മാർക്കറ്റിൽ ടോപ്പിക് നോളജ്, അതെ കൊള്ളാലോ കളി. അതെ, ഇന്നത്തെ ടോപ്പിക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ഇന്നത്തെ ലൈവ് ആരോടും മിസ് ചെയ്യാൻ പാടില്ല പറഞ്ഞിട്ടുണ്ട്. കാരണം ഇന്നത്തെ ടോപ്പിക്ക് അത്രത്തോളം വാല്യുബിൾ ആയിരിക്കും, അല്ലെങ്കിൽ ഇന്നത്തെ ടോപ്പിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും പുതിയൊരു കാര്യമായിരിക്കും. അപ്പോൾ സിമിലർ ആയിട്ടുള്ള കുറേ സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ മാർക്കറ്റിൽ ചാർജ് ആവുന്നുണ്ട്. ഇനി ചാർജ് ആയിക്കോളും, നല്ലോണം ചാർജ് ആയിക്കോളും. അപ്പോൾ നമുക്ക് നോക്കാം, അടുത്ത സ്ട്രക്ചേഴ്സ് നോക്കാം. ഈ സ്ട്രക്ചറിന് എടുക്കുക. ഈ സ്ട്രക്ചർ അതായത് മാർക്കറ്റ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നതല്ല, മാർക്കറ്റ് അത്രയും സിമ്പിളാണ്. നമ്മൾ ഇപ്പോൾ അടുത്തടുത്തുള്ള എല്ലാ സ്ട്രക്ചേഴ്സും നമ്മൾ എടുത്തല്ലേ, അല്ലെങ്കിൽ അടുത്തടുത്ത് വരുന്ന പാറ്റേൺസ് ഫോർമാറ്റാകുന്ന എല്ലാ സ്ട്രക്ചേഴ്സും എടുത്ത്. ഇപ്പോൾ ഇത് നോക്കിയാൽ നിങ്ങൾ, ഇപ്പോൾ നമ്മൾ ഇവിടെ ഉണ്ടായ സെയിം സ്ട്രക്ചർ പ്രീവിയസ്ലി ഒരിക്കൽ ഉണ്ടായിട്ടുണ്ട്. അതെന്തുകൊണ്ട് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഓക്കെ, ഇത് 3 ഒരേ സ്ട്രക്ചറാണ്, നമ്മൾ എവിടുന്നോ പോയിട്ട് എടുത്തതാണ്. ഓക്കെ, അതേപോലെ തന്നെ മാർക്കറ്റിൽ ഇങ്ങനെ ടുഡേയ്സ് ടോപ്പിക് ROS റിപ്പീറ്റേഷൻ ഓഫ് സ്ട്രക്ചർ അല്ല, ഇനി റിപ്പീറ്റേഷൻ ഓഫ് സ്ട്രക്ചർ എന്നുള്ള സാധനം നമ്മൾ മാറ്റും. ഓക്കെ, ROS എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മാറ്റി എഴുതും. അത് ലോകത്തിന് മുമ്പ് നമ്മൾ മാറ്റി എഴുതും. ROS അല്ല, ROSന് ഞാൻ പേര് മാറ്റും, ROC ആക്കും. ഓക്കെ, അപ്പോൾ അത് ഞാൻ കാണിച്ചത് നിങ്ങൾക്ക്. അടുത്ത കാര്യങ്ങൾ ഇതാ, ഇവിടുത്തെ സ്ട്രക്ചർ ഇതാ, ഇതൊരു സ്ട്രക്ചറാണ്, ഇതൊരു സ്ട്രക്ചറാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും ഇതൊക്കെ സെയിം അല്ല, അപ്പോൾ ട്രേഡിങ്ങിൽ അത്രയും പ്രോഫിറ്റ്സ് വരുമല്ലേ? നല്ല മഴ വരുന്നുണ്ട്, ഇന്നത്തെ ടോപ്പിക്ക് നല്ലതാകുമ്പോൾ നല്ല മഴ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സാമ്പിൾസ് വെക്കാൻ ഇത്ര ടോപ്പിക്സ് മതി, അല്ലെങ്കിൽ ROX അല്ല ROC ആക്കും നമ്മൾ. ശരിക്കും ടോപ്പിക്സ് എക്സാമ്പിൾസ് നമുക്ക് പറയാം, ഇത്ര ടോപ്പിക്സ് അല്ലെങ്കിൽ ഇത്ര കാര്യങ്ങൾ മതി. അപ്പോൾ ഇതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും റിപ്പീറ്റേഷൻ സ്ട്രക്ചർ റിപ്പീറ്റ് ആകാണ്ട് ഈ രണ്ടെണ്ണം ഒഴിവാക്കുകയാണെങ്കിൽ, സ്ട്രക്ചേഴ്സ് റിപ്പീറ്റ് ആകാണ്ട് ഇതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനത്തെ കാര്യങ്ങൾ. ഇത് എവിടെ നിന്നൊക്കെയോ എടുക്കുന്ന കുറേ കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതേപോലെ തന്നെ ഇത് കുറച്ച്, അപ്പോൾ നിങ്ങൾ നോക്കിയേ, അപ്പോൾ നിങ്ങൾ എല്ലാവരും കാണുന്നുണ്ട്, അല്ലെങ്കിൽ എല്ലാവരും മനസ്സിലാക്കുന്നുണ്ട് ഈ സംഭവം എല്ലാം. ഇതൊക്കെ എവിടുന്നോ എടുക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ എന്തുകൊണ്ട് റിപ്പീറ്റേഷൻ നടക്കുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനത്തെ സ്ട്രക്ചർ റിപ്പീറ്റേഷൻ ആവുന്നത്, അല്ലെങ്കിൽ സ്ട്രക്ചറാണോ റിപ്പീറ്റ് ആവുന്നത്, അവിടെ ഒരു ചോദ്യമുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ട് ഇതിന് മുമ്പ് പാറ്റേൺസിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, കുറേ കാര്യങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം ഇതൊക്കെ കമ്പയർ ചെയ്യണം. കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ്ലി മാർക്കറ്റിൽ മനസ്സിലാവും. നിങ്ങൾ ചിന്തിച്ച് നോക്ക്, മാർക്കറ്റിൽ ഇത്രയും ക്വാളിറ്റി നിങ്ങൾ മാർക്കറ്റ് കാണുമ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും സിമിലാരിറ്റീസോ അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടോ, നോട്ടഡ് ആയിട്ടുണ്ടോ? ഓക്കെ, നിങ്ങൾ കമൻറ്റ് ചെയ്യും, എനിക്ക് കമൻറ്റ് ചെയ്യും. ഇങ്ങനത്തെ റിപ്പീറ്റേഷൻ ഓഫ് സ്ട്രക്ചർ റിപ്പീറ്റേഷൻ ഓഫ് ചാർട്ടാണോ? അല്ല, ചാർട്ടല്ല. അത് ഞാൻ പറഞ്ഞു, നിങ്ങളത് പ്രഡിക്റ്റ് ചെയ്യേണ്ട, ഞാൻ പറഞ്ഞുതരാം. ലാസ്റ്റ് ഞാൻ തന്നെ പേര് മാറ്റിത്തരാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നിങ്ങൾ കാണാറുണ്ടോ, റിപ്പീറ്റേഷൻ ചെയ്യുന്നത് കാണാറുണ്ടോ? എന്തുകൊണ്ട് മിസ്റ്റർ എക്സ് എടുക്കുന്ന 13-14 ട്രേഡ്സ് വിന്നിങ് സ്ട്രീക്ക് ആവുന്നു? അല്ലെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ സ്ട്രീമിംഗ് ചാനൽ, അല്ലെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ സ്ട്രീമിംഗ് ഇത്രയും ബെറ്റർ ആവുന്നു? അല്ലെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ ലൈവിൽ വന്ന് ട്രേഡ് എടുക്കാനുള്ള ധൈര്യം കാണിക്കുന്നത്? അല്ലെങ്കിൽ എന്ത് ഇതിന് ഡിഫറൻസ് എന്നാ? അല്ലെങ്കിൽ എന്ത് ഇതിൻ്റെ കറേജിൻ്റെ ധൈര്യം എന്നാ? എനിക്ക് മനസ്സിലായോ? അല്ലെങ്കിൽ എന്താ നമ്മളെ കോൺസെപ്റ്റിൽ ശരിക്കും എന്താ കോൺസെപ്റ്റ് എന്നാ? അല്ലെങ്കിൽ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇതിൻ്റെ ഒരു ഇതിൽ നിങ്ങൾക്ക് കിട്ടും, അല്ലെങ്കിൽ ഉത്തരങ്ങൾ നിങ്ങൾക്ക് കിട്ടും. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ പറയുന്നൊരു കാര്യം, അല്ലെങ്കിൽ ഇപ്പോൾ റിപ്പീറ്റേഷൻ ഓഫ് സ്ട്രക്ചർ നമ്മൾ മാറ്റി എഴുതുമ്പോൾ, ഇനി നിങ്ങളിത് എല്ലാ യൂട്യൂബ് ചാനലും അല്ലെങ്കിൽ എല്ലാ ഇൻഫ്ലുവൻസേഴ്സും എല്ലാ കാര്യങ്ങളും എടുത്ത് ഇത് കോപ്പി അടിക്കാൻ തുടങ്ങി. ഓക്കെ, അത് വേറെ രീതിക്കും പല രീതിക്കും അവർ കാണിച്ചത് നിങ്ങൾക്ക് റിപ്പീറ്റേഷൻ സ്ട്രക്ചർ ഇല്ല, ഇതൊന്നുകൊണ്ട് റിപ്പീറ്റ് ആകാനുള്ള ഉത്തരം നമ്മളെ കൊടുക്കാൻ പോകുന്നു ലോകത്തിന്. ഇന്നേരം മാർക്കറ്റിൽ ഇല്ല അത്. ഓക്കെ, അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുക. എല്ലാവരും ലൈക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യാത്ത ആൾക്കാരൊക്കെ ലൈക്ക് ചെയ്യുക, പുതിയ ആൾക്കാർക്ക് ലൈവിൽ കുറേ ഉണ്ടാവും, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞ ഇപ്പോൾ മാർക്കറ്റിൽ സ്ട്രക്ചർ റിപ്പീറ്റ് ആണ്. ശരിക്കും സ്ട്രക്ചേഴ്സ് ആണോ റിപ്പീറ്റ് ആവുന്നത്? നിങ്ങൾ ചോദിക്കുക, ഇത് ഏത് സ്ട്രക്ചറാണ്? ഇതിനാണ് നമ്മൾ ബിൽഡപ്പ് പേസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബിൽഡപ്പ് ഏരിയ എന്ന് പറയുന്നത് ഇതിനാണ് അല്ലേ. അപ്പോൾ ഇതാണ് ബിൽഡപ്പ്. ഓക്കെ, മാർക്കറ്റിൽ ബിൽഡപ്പ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ കൺസോൾട്ടേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതിനെ കൺസോൾട്ടേഷൻ എന്ന് പേരിട്ട് വിളിക്കുന്ന ഒരു സ്ട്രക്ചറാണിത്. അല്ലെങ്കിൽ കൺസോൾട്ടേഷൻ നമുക്ക് മാർക്കറ്റിൽ പറഞ്ഞ് വിളിക്കുന്ന ഒരു സംഭവമാണ് ഈ ഒരു ഫോർമേഷൻ, അല്ലെങ്കിൽ ഇങ്ങനത്തെ കാണുന്ന സംഭവങ്ങൾ. അപ്പോൾ കൺസോൾട്ടേഷൻസ് വരുന്നുണ്ട് മാർക്കറ്റിൽ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുണ്ട് കുറേ കാര്യം. 2 ക്യാൻഡിൽസ് കൂടി കമ്പയർ ചെയ്തിട്ട് നമുക്ക് ഒരു ക്യാൻഡിലേക്ക് കൺവേർട്ട് ആക്കാൻ വേണ്ടിയില്ല പറഞ്ഞു. ഒരു കൺഫർമേഷൻ ക്യാൻഡിൽസ് എന്ന് പറയും, അല്ലെങ്കിൽ കൺഫർമേഷൻ എന്ന് പറയും. 2 ക്യാൻഡിലും കൂടി കമ്പൈൻ ചെയ്ത് ഒറ്റ ക്യാൻഡിലേക്ക് കൺവേർട്ട് ആക്കുന്ന കാര്യങ്ങൾ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾക്ക്. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, അത് 2 ക്യാൻഡിൽസ് കമ്പയർ ആക്കുന്നു, നമ്മളിതെന്നാക്കുന്നു ഒരു സ്ട്രക്ചർ കമ്പൈൻ ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ ചിന്തിക്ക്,
ഇങ്ങനത്തെ ഒരു ഫോർമേഷൻ വരുമ്പോൾ, ഇങ്ങനത്തെ ഒരു ക്യാൻഡിൽസിൻ്റെ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഫോർമേഷൻ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഇതെന്താണ് ശരിക്കും? ഇതൊരു ക്യാൻഡിലാണ്. റിപ്പീറ്റേഷൻ ഓഫ് സ്ട്രക്ചർ അല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട്, റിപ്പീറ്റേഷൻ ഓഫ് ക്യാൻഡിൽസാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ROS അല്ല, ROC ആണ്. ഓക്കെ, ശരിക്കും ക്യാൻഡിൽസാണ് ഫോം ആയിക്കൊണ്ടിരിക്കുന്നത്, സ്ട്രക്ചേഴ്സ് അല്ല. സെയിം ക്യാൻഡിൽസ് റിപ്പീറ്റഡ്ലി ഫോം ആയിക്കൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ റിപ്പീറ്റേഷൻ ഓഫ് സ്ട്രക്ചർ എന്ന രീതിക്ക് കാണുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഡോജി ക്യാൻഡിലായിരിക്കും. ഓക്കെ, ഡോജി ബിഗർ ടൈം ഫ്രെയിമിൽ മാർക്കറ്റിൽ ഡോജി ഫോം ആകുമ്പോൾ അല്ലെങ്കിൽ മാർക്കറ്റിൽ ഡോജി ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന സ്ട്രക്ചർ ഇതായിരിക്കും. മാർക്കറ്റിൽ കൂടുതൽ യൂസ് ആകുന്ന സാധനമാണ് ഡോജി എന്ന് പറഞ്ഞ സംഭവം. ഓക്കെ, അപ്പോൾ നിങ്ങളടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ഇൻവേർട്ടർ ഹാമറോ അല്ലെങ്കിൽ ഒരു ഹാമർ ക്യാൻഡിലോ ഒരു ഇൻവേർട്ടർ ഹാമറോ കാര്യങ്ങൾ ഫോം ആണെങ്കിൽ നമുക്ക് സെല്ല് കംപ്ലീറ്റ്ലി സെല്ലിങ്ങിലേക്ക് കൺവേർട്ട് ആവുക. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു മേജറായിട്ടുള്ള ലെവൽസ് ഇങ്ങനത്തെ ഒരു സുപ്പീരിയറും വീക്കർ ക്യാൻഡിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള ട്രേഡ്സ് പ്ലേസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ ചിന്തിക്ക്, ഈ ഒരു ഫോർമേഷൻ, ഈ ഒരു ക്യാൻഡിൽ ഫോർമേഷൻ കൺസോൾട്ടേഷൻ ആണെങ്കിൽ അപ്പോൾ ഇതെന്തായിരിക്കും? ഒരു ഡോജി ക്യാൻഡിലാണെങ്കിൽ ഈ കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ ഈ ഒരു ഫോർമേഷൻ ഡോജി ക്യാൻഡിലാണെങ്കിൽ അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ ഫോർമേഷൻ എൻഗൾഫിംഗ് ക്യാൻഡിലാണ്, ബെയറിഷ് എൻഗൾഫിംഗ് ആണ്. ഓക്കെ, ബെയറിഷ് എൻഗൾഫിംഗ് വരുന്ന മാർക്കറ്റ് കണ്ടീഷനിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഫോർമേഷനെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് റിപ്പീറ്റേഷൻ ഓഫ് സ്ട്രക്ചർ അല്ല, റിപ്പീറ്റേഷൻ ഓഫ് ക്യാൻഡിൽസ് ആണ്. അപ്പോൾ നമ്മൾ റിപ്പീറ്റേഷൻ ഓഫ് സ്ട്രക്ചറിനുള്ള കാര്യങ്ങളെ മാറ്റി എഴുതാൻ പോക്കാണ്, അല്ലെങ്കിൽ ക്യാൻഡിൽ റിപ്പീറ്റേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ, അല്ലെങ്കിൽ സ്ട്രക്ചറിൻ്റെ റിപ്പീറ്റേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ചേഞ്ച് ആക്കാൻ പോക്കാണ്. ഇൻവെർട്ടർ ഹാമർ വരുമ്പോൾ അല്ലെങ്കിൽ ഇൻവെർട്ടർ ഹാമർ വരുമ്പോൾ നിങ്ങൾക്ക് കാണുന്ന പാറ്റേൺസ് ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഹാമർ ക്യാൻഡിൽ വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പാറ്റേൺസ് എന്തായിരിക്കും അറിയാം നിങ്ങൾക്ക്? അത് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഒരു ഹാമർ ക്യാൻഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. കാരണം ഈ ഒരു ഫോർമേഷനാണ്, അല്ലെങ്കിൽ ഈ ഒരു ഇൻവെർട്ടർ ഹാമർ ഫോർമേഷനാണ് സാധാ ഹാമർ ക്യാൻഡിൽ നമുക്ക് ഫോം ചെയ്യുന്ന കാണാൻ പറ്റുക. എക്സാക്ട് സെയിം റിപ്പീറ്റേഷൻ ആയിരിക്കും. അപ്പോൾ ഇത് റിപ്പീറ്റേഷൻ ഓഫ് ക്യാൻഡിൽസ് അല്ല, സ്ട്രക്ചേഴ്സ് അല്ല, റിപ്പീറ്റേഷൻ ഓഫ് ക്യാൻഡിൽസ് ആണ്. അപ്പോൾ ഈ ഒരു സ്ട്രക്ചർ വരുന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഏത് ക്യാൻഡിലാണ് ഫോം ചെയ്യാറ് നിങ്ങൾക്ക്? ഈ ക്യാൻഡിലാണ്, ഹാമർ ക്യാൻഡിലാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ടോപ്പിക് വെച്ചാൽ റിപ്പീറ്റേഷൻ ഓഫ് ക്യാൻഡിൽസ് അല്ലെങ്കിൽ റിപ്പീറ്റേഷൻ സ്ട്രക്ചർ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ്ലി ചേഞ്ച് ആക്കി അത് ക്യാൻഡിൽസിലേക്കാണ് നോട്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ എന്താണ് മാർക്കറ്റിൽ എന്താ സ്ട്രക്ചേഴ്സ് റിപ്പീറ്റ്. കുറേ ആൾക്കാർ കൺഫ്യൂഷൻസ്, എന്തുകൊണ്ട് സ്ട്രക്ചർ റിപ്പീറ്റ് ആണ്, അത് ആൾക്കാർക്ക് അറിയില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഞാൻ പറഞ്ഞത് ടൈം ഫ്രെയിംസിൽ വാല്യൂസ് ഇല്ല. ഓക്കെ, ടൈം ഫ്രെയിം ഏത് ടൈം ഫ്രെയിം നിങ്ങൾ ചൂസ് ചെയ്തോളൂ, അല്ലെങ്കിൽ ഏത് ടൈം ഫ്രെയിം ആണെങ്കിലും നിങ്ങൾ നോക്കിക്കോളൂ. ടൈം ഫ്രെയിമിൽ വാല്യൂസ് ഇല്ല. എന്തുകൊണ്ട് ടൈം ഫ്രെയിമിൽ വാല്യൂസ് ഇല്ല അറിയുന്നത്? കാരണം ഓരോ ക്യാൻഡിൽസ് ഫോം ആയിക്കൊണ്ടിരിക്കില്ല. ആ ക്യാൻഡിൽസ് എങ്ങനെ നമ്മൾ മേയ്ക്കുക, അല്ലെങ്കിൽ ആ ക്യാൻഡിൽസ് എങ്ങനെ നമ്മൾ ഉണ്ടാക്കുക. ഓക്കെ, അടുത്ത ഏത് ക്യാൻഡിൽ ഉണ്ടാകാൻ പോകുന്നത് കണ്ടുപിടിക്കണം. അത് ഏത് സ്ട്രക്ചർ ഉണ്ടാകാൻ പോകുന്നതല്ല, ഏത് ക്യാൻഡിൽസ് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾ ലോവർ ടൈം ഫ്രെയിമിൽ കാണുന്ന കാര്യങ്ങൾ ഹയർ ടൈം ഫ്രെയിംസിൽ ഒരു ക്യാൻഡിലായിരിക്കും. ഓക്കെ, ഇപ്പോൾ ലോവർ ടൈം ഫ്രെയിമിൽ ഇങ്ങനത്തെ ഒരു ക്യാൻഡിൽസ് മാർക്കറ്റിൽ ഫോം ആകുമ്പോൾ ഓരോ കാര്യങ്ങൾ ഫോം ആകുമ്പോൾ ഇതിൻ്റെ ക്ലോസിങ്ങിന് നടുക്ക് തന്നെയാണെങ്കിൽ ഇത് ഡോജി ക്യാൻഡിലായിരിക്കും. അപ്പോൾ നിങ്ങൾ നോക്കിക്കോ, നമുക്ക് വേറെ ചാർട്ട് കൊണ്ടുവരാം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ വൺ ഡേ ചാർട്ട് ഇടുന്നു. അപ്പോൾ നിങ്ങൾക്ക് മാർക്കറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്ക് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ചോദിച്ചോക്കെ ഈ ഒരു ഹാമർ ക്യാൻഡിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നത്, നമുക്കെന്നാൽ എൻഗൾഫിങ്ങിനെ നോക്കാം. ഓക്കെ, നിങ്ങൾ ഇവിടുത്തെ ഒരു സ്ട്രക്ചർ നോക്കിയാൽ നമ്മൾ നേരത്തെ മാർക്കറ്റിൽ എടുത്തു വെച്ച് ഇവിടുന്ന് മാർക്കറ്റ് എൻഗൾഫിംഗ്, ബെയറിഷ് എൻഗൾഫിംഗ് സ്റ്റാർട്ട് ആയിട്ടുള്ളത് എടുത്തു വെച്ച സെയിം സ്ട്രക്ചറും സെയിം പാറ്റേൺസ് ഇരിക്കും ഇത്. ഓക്കെ, ഇതിനാണ് എൻഗൾഫിംഗ് ക്യാൻഡിൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എൻഗൾഫിംഗ് എന്ന് പറയുന്നത് ഈ ഒരു പാറ്റേണിനാണ്. ഇങ്ങനെയുണ്ടാവും മാർക്കറ്റിൽ ഈ ഒരു മാർക്കറ്റ് സ്ട്രക്ചേഴ്സ് എല്ലാം റിപ്പീറ്റ് ആണ്, ക്യാൻഡിൽസ് റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കില്ല. കാരണം മാർക്കറ്റിലെല്ലാം ഓരോ ക്യാൻഡിലാണ്. അപ്പോൾ നിങ്ങൾ ലോ ടൈം ഫ്രെയിമിലേക്ക് പോകുമ്പോൾ ആ ക്യാൻഡിൽ സ്ട്രക്ചർ മാത്രമേ കാണിക്കുന്നത്. അത് ഏത് ക്യാൻഡിലേക്കാണ് ഫോർമേഷൻ ചെയ്യുന്നത്, ഏത് ക്യാൻഡിലാണ് കാണിക്കുന്നത്, അത് മാത്രമേ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതെങ്കിൽ ഏത് ക്യാൻഡിലേക്കാണ് മാർക്കറ്റ് വരാൻ പോകുന്നത് അതേ നിങ്ങൾ നോക്കേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കൺസോൾട്ടേഷൻ ബേസ് അല്ലെങ്കിൽ ഡോജി ക്യാൻഡിൽ നോക്കുമ്പോൾ കൺസോൾട്ടേഷൻ കാണാൻ പറ്റും. എക്സാക്റ്റ് ഡോജി എവിടെയുള്ളത് നോക്കുക. ആൾക്കാർക്ക് എപ്പോഴും ഉണ്ടാകുന്ന കൺഫ്യൂഷൻസ് ഇതൊക്കെ. ഇവിടെ ഒരു കൺസോൾട്ടേഷൻ ബേസ് ആയിരിക്കും. അപ്പോൾ അതൊന്നും നമുക്ക് നോക്കാം. ഇത് നമ്മൾ എൻഗൾഫിംഗ് ക്യാൻഡിൽ ഇതാണ്, അല്ലെങ്കിൽ എൻഗൾഫിംഗ് പാറ്റേൺസ് വരുന്ന ഇതാണ്.
നിങ്ങൾ നോക്കിയാൽ നമ്മൾ മാർക്കേഴ്സ് അല്ല, ഇവിടെ എന്ത് ഫോർമേഷൻ വന്നിട്ടുള്ളത്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സെയിം എക്സാക്ട് ഫോർമേഷൻ, കൺസോളിഡേഷൻ ഫോർമേഷൻ. അതെന്താ? ഡോജി ക്യാനിലാണ്. ഓക്കെ, അപ്പോൾ മാർക്കറ്റിൽ നിങ്ങൾ കാണുന്ന, അല്ലെങ്കിൽ എന്തുകൊണ്ട് മിസ്റ്റർ എക്സ് ഒരു വര വരച്ചിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വര വരച്ചിട്ട് മാർക്കറ്റ് അവിടുന്ന് സെല്ലാവെന്ന് പറയുമ്പോൾ മാർക്കറ്റ് സെല്ല് വരുന്നത് കാരണം എന്താ? ഞാൻ ക്യാൻഡിൽസാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എനിക്ക് വലിയ നിങ്ങളെപ്പോലെ കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട ആവശ്യമില്ല എനിക്ക് മാർക്കറ്റിന്. എനിക്ക് ഓരോ പാറ്റേൺസ് നോക്കിയാൽ ഞങ്ങൾക്ക് അറിയാം ഏത് ക്യാൻഡിൽസാണ് ഫോർമേഷൻ വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇതിനൊരു ഷോർട്ട് സ്റ്റോറി, നമ്മൾ ഈ കോഴ്സ് കംപ്ലീറ്റ്ലി നമുക്കൊരു ഷോർട്ട് സ്റ്റോറിയിലേക്ക് കൺവേർട്ട് ആക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഷോർട്ട് സ്റ്റോറിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി എനിക്ക് സിമ്പിളാണ്. ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, റിപ്പീറ്റേഷൻ ഓഫ് ക്യാൻഡിൽസ് ആണ്. അപ്പോൾ ഒരു ക്യാൻഡിലെ സ്റ്റോറിയായിട്ട് നമ്മളിത് കൺവേർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ക്യാൻഡിലെ സ്റ്റോറിയായിട്ട് കാര്യങ്ങൾ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക ഏതൊക്കെ ക്യാൻഡിൽസ്, അല്ലെങ്കിൽ ഏത് ക്യാൻഡിൽസാണ് യൂസ് ആക്കുന്നത്, അല്ലെങ്കിൽ ഏത് ക്യാൻഡിൽസാണ് കൂടുതലും മാർക്കറ്റിൽ ഫോർമേഷൻ വരുന്ന ക്യാൻഡിൽസ് ഏതൊക്കെയാണ് നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ പറഞ്ഞ ക്യാൻഡിൽ റിപ്പീറ്റേഷൻ ഓഫ് ക്യാൻഡിൽസ് ആണ് പറഞ്ഞിട്ടുണ്ട് അല്ലേ, സ്ട്രക്ചേഴ്സ് അല്ല, ക്യാൻഡിൽസ് ആണ് പറഞ്ഞിട്ട് നമ്മൾ ചരിത്രം മാറ്റി. ഓക്കെ, അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, അപ്പോൾ കുറേ ക്യാൻഡിൽസ് ഉണ്ട്, നിങ്ങൾ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കുറേ ക്യാൻഡിൽസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും എല്ലാ ക്യാൻഡിൽസിൻ്റെ കഥകളും, എല്ലാ ക്യാൻഡിൽ സ്റ്റോറീസും നിങ്ങൾ പഠിക്കണം, അല്ലെങ്കിൽ എല്ലാ ക്യാൻഡിലും എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഓക്കെ, എല്ലാ ക്യാൻഡിൽസും അങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ എന്ത് കണ്ടുപിടിച്ച്, അപ്പോൾ ഞാൻ ഒന്ന് മനസ്സിലാക്കി, ചില സിമിലർ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഏറ്റവും കൂടുതൽ വർക്ക് ആവുന്ന ചില സിറ്റുവേഷൻസിൽ, അല്ലെങ്കിൽ ചില കണ്ടീഷൻസ്, അല്ലെങ്കിൽ ചില ലെവൽസ് തന്നെ നമുക്ക് പറയാം, ആ ലെവൽസിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ക്യാൻഡിൽസിനെ കണ്ടുപിടിക്കുകയാണെങ്കിൽ, അപ്പോൾ എനിക്ക് മനസ്സിലായി എല്ലാ ക്യാൻഡിൽസും ഉണ്ടായത് ഒരു ഗ്രേവ് സ്റ്റോൺ ഡോജി എന്നൊക്കെ പറയുവാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ഇതാണ്, ഇതിൻ്റെ ഒരു എവല്യൂഷനാണ് നിങ്ങളിപ്പോൾ ടോട്ടലി കാണുന്ന എല്ലാ സാധനങ്ങളും. അല്ലെങ്കിൽ ഈ ഒരു ക്യാൻഡിലിൻ്റെ എവല്യൂഷനാണ് ഇതിൻ്റെ അടുത്ത് ഡോജി ഉണ്ടായി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഡോജി എന്ന് മാറി എൻഗൾഫിംഗ് ഉണ്ടായി. ഇത് നമ്മൾ എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ കോഴ്സിൽ എവല്യൂഷൻ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം, അല്ലെങ്കിൽ എവല്യൂഷൻ എന്ന് പറഞ്ഞൊരു ക്ലാസ് ഇതിനെ പറ്റിയുണ്ട്. അപ്പോൾ ഇതിന്ന് മാറി കംപ്ലീറ്റ്ലി ഇൻവേർട്ടർ ഹെഡ് ആൻഡ് ഷോൾഡറായി. അപ്പോൾ എല്ലാം സ്റ്റാർട്ട് ചെയ്തൊരു ഡോജിക്കാനില്ല. അപ്പോൾ നമ്മൾ ഈ കോഴ്സും കംപ്ലീറ്റ്ലി ഒരു എന്താ പറയേണ്ടത്, കോഴ്സ് കംപ്ലീറ്റ്ലി ഒരു ക്യാൻഡിലിൻ്റെ സ്റ്റോറീസാണ്, ഒരു ക്യാൻഡിലെ കഥ. ഏത് ക്യാൻഡിലെ കഥയാണ്? അത് ഡോജി ക്യാൻഡിലെ കഥയാണ്. ഓക്കെ, സിമ്പിളി പറയാ വെച്ചാൽ മാർക്കറ്റിൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കുക വെച്ചാൽ റിപ്പീറ്റേഷൻ ഓഫ് സ്ട്രക്ചർ എന്ന് പറഞ്ഞ കാര്യങ്ങൾ മാർക്കറ്റിലില്ല. റിപ്പീറ്റേഷൻ ഓഫ് സ്ട്രക്ചേഴ്സ് അല്ല മാർക്കറ്റിൽ. ഓക്കെ, റിപ്പീറ്റേഷൻ ഓഫ് ക്യാൻഡിൽസ് ആണ്. അങ്ങനെ നിങ്ങൾക്ക് നമ്മളെന്താക്കുന്നത്, ചരിത്രം തന്നെ മാറ്റി കാണിച്ചു കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സംഭവം ഇല്ല എന്ന് മാർക്കറ്റിൽ പറയും. നിങ്ങൾ ഇത്ര കാലം പഠിച്ച കാര്യങ്ങളൊക്കെ തെറ്റാന്ന് പറയുന്നത്. ടുഡേയ്സ് ടോപ്പിക് റിപ്പീറ്റേഷൻ ഓഫ് ക്യാൻഡിൽസ്. അതെ, അപ്പോൾ നമ്മൾ ചരിത്രം മാറ്റിയത് നിങ്ങൾക്ക് എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ ചരിത്രം മാറ്റിയത് റിപ്പീറ്റേഷൻ ഓഫ് സ്ട്രക്ചർ നോക്കിയാൽ സെയിം, നമ്മൾ എവിടുന്നൊക്കെയോ കൊടുത്ത സെയിം സാധനം എല്ലാം ഡോജിയാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഓരോ സ്ട്രക്ചർ ഞാൻ കാണിച്ചിരുന്നത് എന്തുകൊണ്ടാണ്, ഇതിൻ്റെയൊക്കെ വിഗർ ഫോർമേഷനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഒരു എൻഗൾഫിംഗ് ക്യാൻഡിൽസാണ്. ഇതെന്താണ്? എൻഗൾഫിംഗ് ക്യാൻഡിൽസാണ്. ഇത് ഡോജിയാണ്, സ്മോളർ ടൈം ഫ്രെയിമിൽ ഡോജിയാണ്. അപ്പോൾ മാർക്കറ്റിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരിക്കലും മാർക്കറ്റിൽ ഒരു സ്ട്രക്ചർ എല്ലാം ഉണ്ടാവുന്നത് ഒരു ക്യാൻഡിൽസ് ഫോം ആയിക്കൊണ്ടിരിക്കലാണ് ഹയർ ടൈം ഫ്രെയിംസിൽ. ഓക്കെ, ഹയർ ടൈം ഫ്രെയിംസിൽ ഓരോ ക്യാൻഡിൽസ് ഉണ്ടായിക്കൊണ്ടിരിക്കില്ല. അപ്പോൾ നിങ്ങൾ അത് എപ്പം മനസ്സിലാക്കും, ഇത് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ട്രേഡ് എക്സിക്യൂഷനോ കാര്യങ്ങളല്ല. അപ്പോൾ സൈക്കോളജിയുടെ കാര്യം ഞാൻ പറയാം, ലൈവ് കാണുന്ന ആൾക്കാർക്ക് ഇതൊക്കെ എന്തൊക്കെയോ സിമിലർ ആണ്, അല്ലെങ്കിൽ കണക്റ്റഡ് ആണെന്ന് എല്ലാവർക്കും മനസ്സിലാവുന്നല്ലാണ്ട് ഏത് രീതിക്ക് ട്രേഡ് പ്ലേസ് ആക്കണം എന്നുള്ള കോഴ്സിലുള്ളൊരു സ്ട്രക്ചർ ഇതിലില്ല. ഞാൻ പറയാം, അത് കിട്ടണമെങ്കിൽ 1.5 കൊല്ലം കഴിയണം. ഓക്കെ, അപ്പോൾ അത് വലിയൊരു കാര്യമാണ്, അത് വലിയൊരു മാറ്റമാണ്. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചരിത്രം മാറ്റി എഴുതിക്കൊണ്ടിരിക്കല. ഓക്കെ, ചരിത്രം മാറ്റിക്കൊണ്ടിരിക്കല. അങ്ങനെ ഇതിനു മുമ്പ് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക്, ഞാൻ ഇന്നലെ ഒരാളെ പേര് പറഞ്ഞത്, ആരും താഴത്തേക്ക് എടുത്ത് ഇതാക്കുന്നില്ല. അയാൾ കുറേ കൊല്ലമായിട്ട് സ്ട്രക്ചേഴ്സ് മാത്രം ഇന്ത്യൻ മാർക്കറ്റിൽ സ്ട്രക്ചേഴ്സ് മാത്രം എടുത്തിട്ട് ഓപ്ഷൻ ട്രേഡിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്ട്രക്ചേഴ്സ് മാർക്കറ്റിൽ റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അയാൾ കുറേ കൊല്ലത്തെ കഷ്ടപ്പാടെല്ലാം കണ്ടുപിടിച്ചൊരു കാര്യം അത്. അപ്പോൾ കുറേ കൊല്ലം കൊണ്ട് അയാൾ കണ്ടുപിടിച്ച കാര്യമാണ്, മാർക്കറ്റിൽ എന്തൊക്കെയോ ആയിട്ട് സ്ട്രക്ചർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അയാൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല, സ്ട്രക്ചേഴ്സ് എല്ലാം റിപ്പീറ്റ് ആകുന്ന ക്യാൻഡിൽസ് വന്നുകൊണ്ടിരിക്കില്ല. എൻഗൾഫിംഗ് ക്യാൻഡിൽസ് എല്ലായിടത്തും ഇല്ലേ, ഡോജി ക്യാൻഡിൽ എല്ലായിടത്തും ഇല്ലേ, ഇൻവെർട്ടർ ഹാമർ ക്യാൻഡിൽ എല്ലായിടത്തും ഇല്ലേ. ഞാൻ ഈ പറഞ്ഞ 3 ക്യാൻഡിൽസ് മാത്രമേ മാർക്കറ്റിൽ ആവശ്യമുള്ളൂ. ഓക്കെ, ഈ ക്യാൻഡിൽസ് എല്ലായിടത്തും ഫോർമേഷൻ ചെയ്യുന്നില്ലേ. അപ്പോൾ അയാൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല അത് ക്യാൻഡിൽസ് ഫോർമാറ്റ് ആകലാണ്, അല്ലെങ്കിൽ ക്യാൻഡിൽസ് റിപ്പീറ്റേഷൻ ഓഫ് ക്യാൻഡിൽസ് ആണ്, റിപ്പീറ്റേഷൻ ഓഫ് സ്ട്രക്ചർ അല്ലാന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കുറേ ഇൻസ്റ്റിറ്റ്യൂട്ടും കുറേ അക്കാദമീസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കുറേ യൂട്യൂബേഴ്സൊക്കെ പറഞ്ഞിട്ടുണ്ട്, വരാനുള്ള ലെവൽസ് ഈ ലോകത്തായിരിക്കും കണ്ടുപിടിക്കാമെങ്കിലാണ്. അവർക്കറിയില്ല വെച്ചിട്ട് ഇങ്ങനത്തെ ഒരു ലെവൽസ് ഇല്ല എന്നാണോ? നമ്മൾ കണ്ടുപിടിച്ച് കാണിച്ചു കൊടുത്തില്ലേ വരാനുള്ള ലെവൽസ്. ഓക്കെ, അതുപോലെ തന്നെ ഈ പറഞ്ഞ യൂട്യൂബർ, അല്ലെങ്കിൽ ഈ പറഞ്ഞ കേരളത്തിൽ ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്ന ഒരാളാണ്, അയാളുടെ പേര് ഞാൻ അടുത്ത് പറയുന്നില്ല. അയാൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കുറേ കൊല്ലങ്ങളായിട്ട് എത്രയോ 5-8 കൊല്ലമായിട്ട് മാർക്കറ്റിലെ സ്ട്രക്ചേഴ്സ് എല്ലാം സ്ക്രീൻഷോട്ട്സ് എടുത്ത് ഡെയിലി നോക്കിയിട്ട് അയാൾ മനസ്സിലാക്കി സ്ട്രക്ചർ റിപ്പീറ്റേഷൻ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് അത് വെച്ചിട്ട് അയാൾ ട്രേഡിങ് എടുക്കുന്നത്, അല്ലെങ്കിൽ ഇത്ര കൊല്ലത്തെ ഡാറ്റൻ്റെ ബാക്ക് ലിസ്റ്റ് അയാൾ എടുത്തിട്ടുണ്ട്. എന്തിന് ഇത്ര കൊല്ലത്തെ ഡാറ്റൻ്റെ ബാക്ക് ലിസ്റ്റ്? കാരണം ഓരോ ക്യാൻഡിൽസാണ് ഫോർമേഷൻ ചെയ്യുന്നത്. റിപ്പീറ്റേഷൻ ഓഫ് സ്ട്രക്ചർ അല്ല, റിപ്പീറ്റേഷൻ ഓഫ് ക്യാൻഡിൽസാണ്. എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. പക്ഷേ ആ സമയത്ത്
നമ്മളെന്താ പറയുക, ശരിക്കും നിങ്ങൾ ചിന്തിച്ച് നോക്ക്, ഇത്ര സ്ക്രീൻഷോട്ട്സ് ആവശ്യമുണ്ടോ? അതൊക്കെ ഒറ്റ സിമ്പിൾ തിങ്ക് ചെയ്താൽ പോരെ. ഇങ്ങനത്തെ ഒരു ഇത് വരുന്നുണ്ടെങ്കിൽ, ഫോർമേഷൻ വരുന്നുണ്ടെങ്കിൽ അതൊരു ഡോജി ക്യാനിലാണ്. ഇത് 10 സ്ക്രീൻഷോട്ട്സ് ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഒരു ഫോർമേഷൻ വരുന്നുണ്ടെന്ന് മാർക്കറ്റിൽ കണ്ടുപിടിക്കാൻ വലിയ പണിയുണ്ടോ? അവർക്ക് ആ കോംപ്ലിക്കേറ്റഡ്. അപ്പോൾ അവർ പറയുന്നത് വൈ ദിസ് ഈസ് റിപ്പീറ്റിംഗ്. ഇത് റിപ്പീറ്റ് ആവുന്നതല്ല, നിങ്ങൾ മനസ്സിലാക്കുക. ആകെ ട്രേഡിങ്ങുള്ള ഒരു 5-6 ക്യാൻഡിൽസ് മാത്രമാണ് മാർക്കറ്റിൽ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അത് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക്. അത് എന്തുകൊണ്ട് റിപ്പീറ്റ് ആണ്? നോക്കിയാൽ എൻഗൾഫിംഗ് ക്യാൻഡിലില്ലേ, കൂടുതൽ സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് എൻഗൾഫിംഗ് ക്യാൻഡിലാണെങ്കിലില്ലേ, ഇൻവേർട്ട് അല്ലെങ്കിൽ ബെയറിഷ് എൻഗൾഫിംഗ്, ബുള്ളിഷ് എൻഗൾഫിംഗ് ആണെങ്കിലില്ലേ, അതുപോലെ തന്നെ കൂടുതൽ സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് എന്താ കാണാൻ, എൻഗൾഫിംഗും ഹാമർ ക്യാൻഡിലും ഡോജി ക്യാൻഡിലും, ഈ 3 കൂടുതൽ സ്ഥലങ്ങളിൽ കാണാൻ പറ്റും. ഞാനൊരു 500-600 ക്യാൻഡിൽസിൻ്റെ സ്റ്റഡീസ് ഞാൻ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ വരുന്ന ക്യാൻഡിൽസാണ് ഒന്ന് ഡോജി ക്യാൻഡിൽ, ഒന്ന് എൻഗൾഫിംഗ് ക്യാൻഡിൽ, ഒന്ന് ഇൻവേർട്ടഡ് ഹാമർ അല്ലെങ്കിൽ ഹാമർ ക്യാൻഡിൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ക്യാൻഡിൽസ് ഇതാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ റിപ്പീറ്റേഷൻ ഓഫ് സ്ട്രക്ചർ അല്ല, ഏറ്റവും കൂടുതൽ ഫോർമാറ്റ് ചെയ്യുന്ന ക്യാൻഡിൽസ് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, ഡേ 1 ഡേ. അപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് കുറേ ആൾക്കാർ, കുറേ യൂട്യൂബേഴ്സ് ഇവരുടെ വിചാരം എന്ന് വെച്ചാൽ കുറേ ആൾക്കാർ ഇവർക്ക് അറിയില്ല വെച്ചിട്ട് ഇങ്ങനത്തെ ഒരു സംഭവം ഇല്ലയെന്ന് ഇവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ഇവർക്കറിയാത്ത കാര്യങ്ങൾ ഇവർ വിചാരം ഇവരേറ്റവും ടോപ്പിൽ വെക്കുന്നത്, അല്ലെങ്കിൽ ഇവർക്കറിയാത്ത കാര്യങ്ങൾ ഇവർ പറയുന്നത് ഇതിങ്ങനെ ഇല്ല അല്ലെങ്കിൽ അങ്ങനെ ഇല്ല എന്ന് ആർഗ്യൂ ചെയ്യുന്നു. ഞാൻ പറയുന്നത് അങ്ങനെ, ഞാൻ കാണിച്ചു കൊടുക്കും ഇതൊക്കെ ഉണ്ട്, ഇത് ഇത്രയേ ഉള്ളൂ, ഇത് ഇത്ര സിമ്പിളാണ്, മാർക്കറ്റ് ഇത് സിമ്പിളാണ്, എന്തിനേയും കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത്. ഇത്ര ഞാൻ പറയുന്നുണ്ട്, എല്ലായിടത്ത് കോഴ്സ് എടുക്കാൻ വരുന്ന ആൾക്കാർക്ക് ഞാൻ പറയുന്നുണ്ട്, ചാർട്ട് ട്രേഡിങ് 2-3 മാസം കൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും ലോകത്തിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വേസിൽ ഞാൻ നിങ്ങൾക്ക് ചാർട്ട് ട്രേഡിങ് പഠിപ്പിച്ചിരുന്നുണ്ട്. ഓക്കെ, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വേസിൽ ചാർട്ട് ട്രേഡിങ് ഞാൻ പഠിപ്പിച്ചിരുന്നുണ്ട്. അതിലുള്ള ഒരു എക്സാമ്പിൾസ് ഇതൊക്കെ. ഓക്കെ, അപ്പോൾ അത് സിംപ്ലിഫൈ ചെയ്തിട്ട് പഠിപ്പിച്ചിരുന്നത്. ആൾക്കാരെ പോലെ കോംപ്ലിക്കേറ്റഡ് ആക്കല്ലേ ഇന്ന്, സിംപ്ലിഫൈ ചെയ്യുന്നു.